ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു റീപോട്ടിംഗ് ആണ്. റീപോട്ടിംഗ് നമ്മുടെ പോത്തോസ് പ്ലാന്റിൻ്റെ റീപോട്ടിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, ഈ ഒരു പോത്തോസ്, ഇപ്പോൾ നമ്മുടെ നല്ല ചൂടാണ് നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ. അപ്പോൾ ചൂടത്ത് അത്യാവശ്യം വാടി നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഈ പോത്തോസ്. നല്ല ഹൈറ്റിൽ, അതായത് നന്നായിട്ട് താഴേക്ക് വലിയ റണ്ണിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ലീവ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ റണ്ണറൊക്കെ താഴെ ഇതാ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ 1-2 ദിവസത്തിൻ്റെ ചൂടുകൊണ്ട് ചെടി ആകെ വാടിയിരിക്കുകയാണ്. ഓവർഗ്രോൺ ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിൽ നിന്ന് കുറേ കട്ടിങ്സ് ഉണ്ടാക്കിയിട്ട് വേറെ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേറെ ഈ ഒരു പോട്ടും ഒന്ന് മാറ്റണം. കുറേ ആയി പോട്ടിംഗ് മിക്സ്ചറൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒരു പ്ലാന്റിന് വളരാനുള്ള അത്യാവശ്യം എല്ലാ ഒരു ഫെർട്ടിലൈസറും ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പോട്ടിംഗ് മിക്സ്ചറിന്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതാക്കണം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ആദ്യം കുറേ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വേറൊരു ചെടിയായിട്ട് വളർത്തിയെടുക്കണം. അപ്പോൾ അതാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പോട്ടിൻ്റെ ഇവിടെ ഒരു കട്ട് പോലെ വന്നിരിക്കുന്നത്. അത് ഒത്തിരി കാലമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇതിലുണ്ട്. അപ്പോൾ വേരൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ പൊട്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഇത് വീണ് നശിച്ചു പോകുന്നതിനേക്കാളും മുമ്പ് നമുക്ക് വേറൊരു പ്ലാന്റായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗാർഡനിങ് ചാനലാണ്. ഗാർഡനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടുണ്ട്, ഓരോ പ്ലാന്റിനെ പറ്റിയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ. ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള റണ്ണേഴ്സിൽ നിന്നാണ് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി ലെങ്ത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് മാറ്റി ആവശ്യത്തിന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെടിയിൽ ഇത്ര ലെങ്ത്തിൽ നമ്മൾ ബാക്കി നിർത്തുകയാണ്. അത്യാവശ്യം ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ബാക്കി ലെങ്ത്തിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ വേറെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നീളത്തിലുള്ള സ്ട്രാൻഡിൽ നിന്ന് നമ്മൾ പീസാക്കി മാറ്റണം, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 നോഡുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത്യാവശ്യം മണ്ണിലേക്ക് താഴ്ന്നു നിൽക്കുന്ന അത്രയുള്ള ഒരു ലെങ്ത്ത് വെക്കണം. പിന്നെ ഓരോ ലീഫ് മതി നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ. ഇതൊക്കെ അത്യാവശ്യം വേരുകൾ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. കുറച്ച് പ്രായമുള്ള, അതായത് കുറച്ച് മെച്ചുവർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. അതിൻ്റെ കട്ടിങ് ചെയ്തെടുത്ത ഭാഗവും അത്യാവശ്യം മെച്ചുവർഡ് ആയിട്ടുള്ള തണ്ടാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ചെടിയിൽ നിന്ന് താഴേക്ക് വളർന്നിട്ടുള്ള ഒരു സ്ട്രാൻഡിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ താഴത്തോട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ താഴെ ഭാഗത്തേക്ക് നോക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഏത് ഭാഗമാണ് താഴെ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെടിയിൽ നിന്ന് വള്ളി തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു ഈ പ്ലാന്റ്, അതായത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നടുമ്പോൾ തല കുത്തി നടരുത്. കറക്റ്റായിട്ടുള്ള ആ ഒരു ലീഫ് വരുന്ന ഭാഗം നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നടാനായിട്ട്. പിന്നെ ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ഉപയോഗിക്കണം. ഇനി നമ്മൾ ലോങ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ 2 ഇത് ഇതേപോലെ ബോട്ടിലിൽ ഇട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൽ ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ ചുരിദാർ കിട്ടുന്ന ആ ഒരു സ്ട്രിങ്, ആ ഒരു വള്ളി വെച്ചിട്ടാണ് ഈ ബോട്ടിലിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ പോട്ടിംഗ് മിക്സ്ചർ നമുക്ക് റെഡിയാക്കാം നെക്സ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കരിയിലയാണത്. കരിയില അത്യാവശ്യം നല്ല ഉണങ്ങിയ കരിയില നമ്മൾ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കതിൽ വെള്ളം പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ നമുക്ക് ഡെയിലി നനച്ചു കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം വെള്ളത്തിനെ പിടിച്ചു വെക്കാൻ കരിയിലയും പിന്നെ നമ്മുടെ ചകിരിച്ചോറും ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ കരിയില നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിലൊക്കെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ 2 ഭാഗം മണ്ണ്, 1 ഭാഗം കരിയില, പിന്നെ ഒരു 1.5 ഭാഗത്തോളം നമുക്ക് ഈ ചകിരിച്ചോറ്, പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഇത്രയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ കട്ടകളുള്ള ഒരു മണ്ണാണ് ഇതുള്ളത്. ഇവിടുത്തെ മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കരിയില ഇതുപോലെ തന്നെ കരിയില നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല, അതൊന്ന് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നാവും. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കട്ടിങ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പോട്ടിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് നിറച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചെറിയ ചെറിയ കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വാട്ടർ ഫ്ലോ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചെറിയ നമ്മുടെ ഹോൾസൊക്കെ ഒന്ന് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി എല്ലാ പോട്ടിംഗ് മിക്സ്ചറും കൂടി നമ്മളിതിൽ നിറച്ച് കൊടുക്കുകയാണ് കരിയിലിട്ടതിന് ശേഷം. നമുക്കിങ്ങനെ ഏത് തരത്തിലുള്ള പോട്ടിംഗ് മിക്സ്ചറും റെഡിയാക്കാം കേട്ടോ. ഇപ്പോൾ മണി പ്ലാന്റിന് അല്ലെങ്കിൽ മോട്ടോസിനൊന്നും ഒരുപാട് പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള പോട്ടിംഗ് മിക്സ്ചറിനൊന്നും ആവശ്യമില്ല. സാധാരണ പോലെ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താലും നന്നായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒത്തിരി എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ മണ്ണും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കാം. കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഈ ഒരു പോട്ടിൻ്റെ 1/4 ഭാഗത്തോളാണ് ഇത് നിറച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഡ്രെയിനേജ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഫുള്ളായിട്ടൊന്ന് നനച്ചെടുക്കണം. എന്നിട്ട് അടിയിൽ വെള്ളം വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ വന്നിട്ടില്ല, വീണ്ടും കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഇങ്ങനെ വെള്ളം ഒന്ന് ഫുൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടാനും എളുപ്പമായിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ആ പ്ലാന്റിന് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അതിൽ എടുത്തു മാറ്റുമ്പോൾ ഡ്രെയിനേജ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് തുള പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ മണി പ്ലാന്റിൻ്റെയൊക്കെ തണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല മെച്യൂർ ആയിട്ടുള്ള തണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തിയാലും വലിയ കുഴപ്പമൊന്നും വരില്ല, അതായത് ഒടിഞ്ഞു പോവുമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, മൃദുവായിട്ടുള്ള എന്തെങ്കിലും തണ്ടാണെങ്കിൽ നമ്മൾ അത് തന്നെ വെച്ചിട്ട് കുത്തി കൊടുക്കാൻ നോക്കരുത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇത് നന്നായിട്ട് ബുഷിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നടുമ്പോൾ തന്നെ നല്ല ബുഷിയായിട്ട് കുറേ പീസസ് നടണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി അത് കറക്റ്റായിട്ട് നമുക്ക് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് കിട്ടുള്ളൂ. 1-2 സ്ട്രാൻഡ്സ് വെച്ചതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല പ്ലാന്റ് വലുതായി കഴിയുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള ഇല മാത്രം നിർത്തിയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് അതിൽ കുത്തി താഴ്ത്തി കൊടുക്കുക. ഈ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമുക്കറിയായിരിക്കും എല്ലാവരും ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ ഒരു ബോട്ടിൽ ഒരു മണി പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ പ്ലാന്റോ ഒക്കെ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. മണി പ്ലാന്റ് നമുക്ക് വെള്ളത്തിലാണെങ്കിലും നന്നായിട്ട് ഇൻഡോറിലും ഒക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ലപോലെ ഭംഗിയാക്കി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഒരു ലെയർ കൂടെ ചെറുതായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തെളിച്ചതിന് ശേഷം കുറച്ച് ഒരു ലെയറിൽ മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ നമ്മളിനി ഇത് ഒരു തണലത്താണ് വെക്കാൻ പോകുന്നത്. ആദ്യത്തെ 2-3 ദിവസം നല്ല ഒരുപാട് സൺലൈറ്റിൽ വെച്ചാൽ ചെടി പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ അധികം ഷെയ്ഡിൽ സൺലൈറ്റ് കിട്ടുന്ന പോലെ വെക്കുക. ഇനി നമ്മൾ ആ ഒരു കട്ടിങ്സ് ഇട്ട് വയ്ക്കാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ നമുക്ക് സാധാരണ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ കട്ടിങ് അതിലിട്ട് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നീണ്ടു പോകുന്ന റണ്ണറിൻ്റെ അറ്റമാണ് നമ്മളിങ്ങനെ കട്ടിങ്സായിട്ട് ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതായിരിക്കും ഭംഗി ഉണ്ടാവുക. ഇതിൽ ആവശ്യമില്ലാത്ത ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വെള്ളത്തിൽ വെറുതെ ഇറക്കി വെച്ചാൽ മതി. മണി പ്ലാന്റ് ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ വേര് പെട്ടെന്ന് വരുന്ന പ്ലാന്റാണ്. ഈസി ആയിട്ട് നമുക്ക് മാറ്റി പിന്നീട് മണ്ണിലേക്ക് നടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.